everyone, welcome to the Unfiltered Bites. തുടക്കം സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. അതായത് ഒരു മലയാളത്തിലെ ഏതൊരു നടനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല തുടക്കമാണ് വിസ്മയ മോഹൻലാലിന് കിട്ടിയത്. അതിൽ തൊട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജൂഡ് ആൻ്റണി, സംവിധായകനായ ജൂഡ് ആൻ്റണി ആയാലും അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോൾ DOP ജോമോൻ ടി ജോൺ ആയാലും എഡിറ്റിംഗ് സൈഡ് മാനേജ് ചെയ്യാൻ ചമൻ ചാക്കോ, അതേപോലെ സംഗീതം ജെയ്ക്സ് ബിജോയ്, അങ്ങനെ ഒരു അടിപൊളി ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയിലെ ഒരു ക്രൂ ആണ് ശരിക്കും വിസ്മയ മോഹൻലാലിന് കിട്ടിയത്. അതുപോലെ തന്നെ കൂടെ അഭിനയിക്കാനാണെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അതുപോലെ തന്നെ അച്ഛൻ റോളിലാണെങ്കിൽ സായ് കുമാർ, അതേപോലെ ബാക്കിയുള്ള റോളുകളിലാണെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള മറ്റാൾക്കാർ. സോ ഏറ്റവും നല്ല ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവോട് കൂടിയിട്ട് ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന, ഒരു തുടക്കം കിട്ടുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിന് മേ ബി ലാലേട്ടൻ്റെ മകൾ എന്ന് പറയുന്ന ഒരു സംഭവം അതിലുണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പടത്തിലേക്ക് വരികയാണെങ്കിൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ആ പടം ഇഷ്ടമായി. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ തൻ്റെ കിട്ടിയ ക്യാരക്ടറിനോട് വളരെ ജസ്റ്റിഫൈ ആവുന്ന രീതിയിലാണ് പുള്ളിക്കാരി അതിനകത്ത് ആക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അതൊന്നും ഓവറാവാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു മീറ്റർ പിടിച്ച് കൃത്യമായിട്ട് തന്നെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് രസമായിരുന്നു കാണാൻ. അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ആക്ഷൻ സീൻസ് ആയാലും, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ ഉള്ള ആക്ഷൻ സീൻസ് ആയാലും അതിഗംഭീരമാണ്. സോ തുടക്കത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരാളുടെ പേര് കൂടി എടുത്ത് പറയണം. ഇത് ശരിക്കും വിസ്മയ മോഹൻലാലിൻ്റെ മാത്രം ഒരു തുടക്കമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് വളരെ 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 അധികം ഇഷ്ടമായിട്ടുണ്ട്. ഒരു വില്ലൻ എന്ന് പറയുന്ന റോളിൽ എന്താ പറയുക, നമ്മൾ ചില വില്ലന്മാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ഭയങ്കരമായിട്ടുള്ള BGM-ഉം ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പേടിപ്പിക്കുന്ന തരത്തിൽ കുറേ ഗ്യാങ്ങോട് കൂടി വന്ന് അടിച്ച് തകർക്കുന്ന സീനും, വളരെയധികം CGIയുടെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഉള്ള സീനുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ കാറ് പറക്കുന്നതും സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. അതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ചില നോട്ടങ്ങൾ, ചില ബാക്ക്ഗ്രൗണ്ട്, ആ സീൻ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന കുറേ സാധനങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ജസ്റ്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ജസ്റ്റ് നോട്ടം, പുള്ളിക്കാരൻ ആ ജസ്റ്റ് ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, ആ നൃത്തം എല്ലാം കൊണ്ടും ആ ഒരു വില്ലനെ പെർഫെക്റ്റായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ജൂഡ് ആൻ്റണി. പിന്നെ ഐ തിങ്ക് മോഹൻലാലിൻ്റെ മകളായ വിസ്മയ മോഹൻലാലിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആശിഷിനെയാണ്. ആശിഷ് ഐ തിങ്ക് അദ്ദേഹം ബാക്കി ഇനി വരാൻ പോകുന്ന കുറേ നല്ല നല്ല പടത്തിൻ്റെ ഭാഗമാവാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോട്ടൽ ആക്ടിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന് അദ്ദേഹം ആ സ്ക്രീനിൽ വരുമ്പോൾ ആ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ഒക്കെ വളരെ രസമായിട്ടുണ്ട്. നമ്മൾ നായകനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാമായണ മൂവിയുടെ ട്രെയിലർ വന്നപ്പോൾ പോലും പറഞ്ഞു, നമ്മുടെ യശ് നമ്മുടെ രാമനായിട്ടുള്ള രൺബീർ കപൂറിനേക്കാൾ കൂടുതലൊരു ഓറയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനാണ് തോന്നുന്നതെന്നും, അദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ രാമൻ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മനസ്സിൽ പോലും ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം യഷിൻ്റെ ഓറ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. സോ ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എങ്കിൽ പോലും ഇതിൽ ഇദ്ദേഹം, അതായത് ഈ വില്ലനായിട്ട് വന്ന ഇദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു യെസ് എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന രീതിയിലുള്ളൊരു ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് സായ് കുമാറിനെ പോലെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ വിസ്മയ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. ഡൺ എ വെരി ഗുഡ് റോൾ, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടീവ് റോളായിട്ടുള്ള മനോജ് കെ ജയൻ ആയാലും, അതിൽ സപ്പോർട്ടീവ് റോളിൽ വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആരെയും മോശം പറയാനൊന്നുമില്ല. പിന്നെ പലർക്കും ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ലാലേട്ടൻ്റെ ആ ലുക്ക്, അദ്ദേഹത്തിൻ്റെ ഇൻട്രോയിൽ വന്ന ആ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ആ സീനും ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു
ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ലാലേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് മിസ്സാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു ഔട്ട്ഫിറ്റും അദ്ദേഹത്തിന് ആ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് പല സിനിമകളിലും പല ഡയറക്ടർമാർ ശ്രമിച്ചിട്ടും തോറ്റുപോയൊരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ലുക്കും ആ ഫസ്റ്റ് വരുന്ന ഇൻട്രോയും കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം തോന്നിയില്ല. എനിക്കത് ടോട്ടൽ സീനിനെ എലവേറ്റ് ചെയ്തതായിട്ടും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സീനിനെ കുറച്ചും കൂടി കാണാൻ നമുക്ക് കുറച്ചുകൂടി ആഗ്രഹം തോന്നുന്ന രീതിയിലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കഥ നമ്മൾ എടുത്തു പറയുമ്പോൾ കഥ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒന്നാണ്. സോ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. അത്രയേ ഉള്ളൂ അപ്പോൾ പറയാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഈ ചാനൽ ഒന്നുകൂടെ നമുക്കൊരു ആഗ്രഹിക്കുന്ന ലെവലിൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താങ്ക് യു ഗൈസ്.